ചെറുകിയോ മുത്തശ്ശിയുടെ കയ്യിലെന്താ കായ്പയ്ക്ക? ഉപ്പേരി വെക്കാൻ നോക്കട്ടെ. ഓക്കെ, മുത്തശ്ശി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ നമ്മളെ മറ്റേ ഇടിയപ്പത്തിന്റെ മാവില്ലേ, നൂൽപുട്ടിന്റെ മാവ്, വെരി സോഫ്റ്റ് ആൻഡ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പൊ ഉണ്ടാക്കാൻ. ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചത് മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ചു. എന്താ വെച്ചാൽ കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ മില്ല് കൊണ്ടുപോയി പൊടിപ്പിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വറക്കും. അപ്പോൾ നമ്മൾ തന്നെ വറുത്ത് ഒക്കെ കുഴച്ചുണ്ടാക്കുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് ഇന്ന് ഉണ്ടാക്കുമ്പോൾ നാളെ രാവിലെ വരെ ആ ഉണ്ണിയപ്പം ഇടിയപ്പം ബാക്കി ഉണ്ടെങ്കിൽ വരില്ല, ആർക്കും കഴിക്കാം. ഇല്ല, ഗുളിക കഴിക്കണം. ഗുളിക തരുമാളും. അതിനെന്താ, അതിനെടുത്തരായിരിക്കും. രണ്ടെണ്ണം തന്നെ. ഞാൻ എന്താ നമ്മള് ഇഷ്ടു പിന്നെ സ്റ്റൂ എന്നൊക്കെ പറയൂട്ടോ. ഞാൻ വെള്ളക്കടല വെച്ചിട്ട്, സാധാരണ നമ്മള് പട്ടാണി വെച്ചിട്ടും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, സവോള, ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക. അത് ഓഫാക്കി ഒരു ഇച്ചിന്റെ കയ്യിൽ ഇതാണ്. അപ്പൊ അതാ ഞാൻ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുത്തശ്ശി ഇരകി തന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അതിന്റെ ഒരു ഇത്തിരി പാലേ കിട്ടുള്ളൂ എന്തായാലും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മൂന്റെ ഫുഡുകളാ ഇവിടെ. അതെ അതെ. പിന്നെ ഇത് ചണ്ടി. ഈ ചണ്ടി നമുക്ക് ഓർമ്മ വരിക. ഞാൻ ഒറ്റയ്ക്കാ സ്കൂളിൽ പോയത്. ഞാനേ ഈ ഇഷ്ടമുണ്ടാക്കുമ്പോ ഞാൻ 1-ാം പാലും 2-ാം പാലൊന്നും അങ്ങനെ കൊറേ സമയം ഒന്നും കളയാറില്ല. രണ്ടും കൂടെ ഒരു പാലടാക്കും കേട്ടോ. 2 അല്ല 3. 3 പാലുണ്ടോ? പണ്ടൊക്കെ 3 പാലാണ് എടുക്കുക. 3-ാം പാല് വെള്ളല്ലേ? 3-ാം പാല് ആണ് ചിലത് ഓരോ വേവിക്കുക. എന്താ ഞാൻ ഉണ്ടാക്കുന്ന വേഗം കാണിച്ചോളൂ. പായസത്തിനൊക്കെ അല്ലേ അമ്മ? ഇപ്പൊ എന്താ വെച്ചാ ഈ മിക്സി ഇതൊക്കെ വന്നില്ലേ, അതിന്റെ ശേഷം ഇപ്പൊ അധികം ആൾക്കാർ 2-ാം പാല് വരെ എടുക്കാറുള്ളൂ. എന്നുവെച്ചാൽ ആദ്യത്തെ തന്നെ ഒരുവിധം 1-ാം പാൽ ഇട്ട് കഴിഞ്ഞാൽ പിഴിഞ്ഞ് പോരും. പിന്നെ 2-ാം പാലിന് ആണ് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കുന്നത്. ഇപ്പൊ 2-ാം പാലിൽ തന്നെ ഒരുവിധം. പിന്നെ 3-ാം പാലിന്റെ ആവശ്യമില്ല. എനിക്കും കിട്ടിയിട്ടുണ്ട്. അമ്മ പറഞ്ഞപ്പോഴേക്കും ലാമൂനും വന്നു തുടങ്ങിയല്ലോ അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെയാ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാല് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി സംഭവം. ഒരു കഷ്ണം ഇഞ്ചി അധികം ആയില്ല. മിക്സിയുടെ കാറ് മാറ്റണമായിരുന്നു. ഇളക്കാം. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിട്ടേ ഇതിലാണ് നമ്മൾ കുക്കറിൽ നമ്മൾ ഇതാ കടല വേവിച്ചിട്ടുണ്ട് കേട്ടോ. കടലയും ക്യാരറ്റും നമ്മൾ ഉരുളക്കിഴങ്ങ് ഇത് നമ്മളൊന്ന് വേറെ കയ്യിലെടുക്കാൻ പോണ്ടേ. ഒന്ന് വഴറ്റുക. അതിലെന്തൊക്കെയാ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചതച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളി ഗരം മസാല ഇടണം. അത് അവസാനം ഇട്ടാൽ മതി. അതിന്റെ മുന്നേ ഒരു 2 ഏലക്കായ ഇതിലേക്ക് സെപ്പറേറ്റ് നമ്മൾ ഇടണം കേട്ടോ. അങ്ങനെ തുറന്നിട്ട് തന്നെ ഇടണേ. അതാണ് അതിന്റെ അത്. അതെ. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചമുളകാണ്. ഏലക്കായ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് കഴുകും. എന്താന്ന് വെച്ചാല് മരുന്നുകളൊക്കെ അടിച്ച് വിഷമൊക്കെ ഒന്നും അതിന് വേണ്ട. നമ്മൾ കഴിക്കുമ്പോഴേ അതെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏലക്കായ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കഴുകിയിട്ട് എടുക്കാറുള്ളൂ. ചിലപ്പോ കഴുകിയിട്ട് വീണ്ടും ഉണക്കി വെക്കും. അതെ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അതെ. ഇതൊക്കെ ഒന്ന് വഴഞ്ച് വന്നു. നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ ഒരു സുഖമില്ല കേട്ടോ. അമ്മ എന്നെ കാണിക്കാം. നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ സുഖമില്ല. അപ്പൊ നമ്മൾ കുറച്ചേ വഴറ്റുന്നുള്ളൂ. ഇനി നമ്മൾ ബാക്കി ഇതിലേക്ക് നമ്മളുടെ കടലയും കണ്ടോ നല്ലോണം കുറുകി എടുത്താണ്. ഈ കടലയാകുമ്പോ നല്ല ഇതുണ്ടാവും അല്ലേ? നല്ല സ്വാദാണ്. ഈ കുരുമുളക് പൊടി ഇവിടെ ഉണ്ടമ്മേ? കുരുമുളക് പൊടി ഉണ്ട്, ഫ്രിഡ്ജിലാണ്. അപ്പൊ അത് കുറച്ചിടാം. ഉപ്പൊക്കെ നമ്മളെ പിന്നെ ഓൾറെഡി കടല വേവിച്ച സമയത്ത് തന്നെ നമ്മൾ ഇട്ടു. ഇപ്പൊ കണ്ടോ കുറച്ച് കുറുന്നനെ വന്നത്.
നല്ല കുറിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ നാളികേരപ്പാല് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നാളികേരപ്പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും 2, 3, 4 ഒക്കെയാണ് കേട്ടോ. എല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് 3 വരെ ഉണ്ടാവോ? 4 അല്ലേ? എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് എടുത്തതാണ്. അപ്പൊ കുറച്ചൊരു ലൂസായി. ഇനി കുറച്ചേരം ഇരിക്കുമ്പോ എന്തായാലും അത് അതെ. ഇനി ഇതാ നമുക്ക് കുറച്ച് ഇതിലേക്ക് എന്താ വേണ്ടത്? നമ്മുടെ മസാല. ഗരം മസാലപ്പൊടി മതി. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാണ്ട്. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാല് കുറച്ചൊരു എരിവും കൂടെ കിട്ടും. സാധാരണ നമ്മളിവിടെ പൊടിച്ചേക്ക് കേട്ടോ ചെയ്യാറുള്ളത്. അറ്റ കൈക്ക് നമ്മുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതാണ് കേട്ടത്. അപ്പൊ നമ്മളുടെ സ്റ്റൂ കുറച്ചുകൂടെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ റെഡിയാവും. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട സംഭവം കുശാൽ റെഡി. അതെ, അത്രേ ഉള്ളൂ കേട്ടോ. അതെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓറഞ്ചും വെള്ളയും മഞ്ഞയും ചുവപ്പും ഒക്കെ ഉണ്ട്, പച്ചയും അല്ലേ മുത്തശ്ശി? കുറച്ചും കൂടി കറിവേപ്പില ഇട്ടാൽ കുറച്ചും കൂടി പച്ചക്കളർ കിട്ടും. അതെ അതെ. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. എനിക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൂടെ ഇടുകയാണ്. അപ്പൊ കൂട്ടുകാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അതെ അതെ അല്ലേ? റെസിപ്പി നമ്മളിപ്പോ പറഞ്ഞു പറയുന്നുണ്ട്. ഇത് എളുപ്പമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. കൊറേ പാല് ഇനിയിപ്പൊ ഞാനിതുണ്ടല്ലോ അമ്മ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ എന്ത് ചെയ്തു അറിയോ, നമ്മളുടെ ഗുഡ് ലൈഫിന്റെ പാലില്ലേ, ആ പാല് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കി. പക്ഷെ രണ്ടും വ്യത്യാസം മനസ്സിലാവണില്ല കേട്ടോ. കാരണം എനിക്ക് കൂടെ ഈ പൊടികളൊക്കെ ചേരുന്നുണ്ടല്ലോ അതില്, അതുകൊണ്ട് പാലിന്റെ ടേസ്റ്റ് രണ്ടും ഒരേപോലെ തോന്നണം. എളുപ്പമായി. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൂ കേട്ടോ. ഇനിയിപ്പോ നാളികേരപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗുഡ് ലൈഫിന്റെ പാലാട്ടോ ഞാൻ എടുത്ത. മറ്റേ മിൽമ അങ്ങനത്തെ പാലല്ല, പാക്കറ്റ് പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീണ്ടും ബോയിൽ ചെയ്യാത്ത പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ കൈ കണ്ടു എല്ലാവരും? ഇന്നലെ ഞങ്ങള് ഇതിട്ടതാണല്ലോ. അതെ, 30 തിങ്കളായിട്ട് മൈലാഞ്ചി ഇട്ടതാണ് ഞങ്ങൾ. മാളു ഇട്ട് അതെ അതെ. പിന്നെ ലീവായിരുന്നല്ലോ. നമ്മളെ പുതിയ ആയുധമാണ്. എന്താന്ന് കാണിക്കു വെച്ച പുതിയ പിന്നെ ഐബൽ ഇടിയപ്പം മേക്കർ. ഇടിയപ്പം മേക്കർ. ഐബൽ നമുക്ക് പൊക്കോട ഉണ്ടാക്കാൻ പറ്റും. ഇടിയപ്പം ഉണ്ടാക്കുന്ന നമ്മള് പൊക്കോട ഉണ്ടാക്കണ്ട വൈകുന്നേരം. അപ്പൊ ഉദ്ഘാടനം ഏതായാലും ചേട്ടനായിക്കോട്ടെ. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഉദ്ഘാടനം മുത്തശ്ശി മോട്ടറിന്റെ ഉദ്ഘാടനം കുറച്ചും കൂടി വേണോ? മോട്ടർ ശരിക്കും കാണിച്ചു കൊടുക്കും, ആൾക്കാർക്ക് മനസ്സിലാവില്ല. അച്ഛനൊക്കെ പിടിച്ചിട്ട് ഇതാണ് കേട്ടോ നമ്മളെ മോട്ടർ. തൂക്ക് പോലെ ഉണ്ട്. നോക്കൂ, നിറച്ചോളൂ. ഇതിന്റെ വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതിന്റെ പേരിക്ക് ഓർമ്മയിട്ടില്ല. അത് എന്റെ ഒരു ഫ്രണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ തന്നെ. നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞിരുന്നല്ലോ നമുക്ക് വാങ്ങാന്ന് പറയണ്ടായി. എണ്ണ വെക്കണ്ടേ? എണ്ണ വെട്ടാവും. നമുക്ക് ഞാൻ ആക്കാം, തന്നാ മതി. തോക്ക് പോലെ അതിൽ ഉദ്ഘാടനം ചെയ്യാൻ നല്ല മഹാമകം ശങ്കരമംഗലം ശരിക്ക് കാണിക്കൂ. അമ്മേ, എന്റെ അമ്മയെ പേടിപ്പിക്കണം. ഞാക്കൂ ഞാക്കൂ വേഗം. മുത്തശ്ശി സൈഡ് വരൂ, കാണട്ടെ. കുറച്ചൊക്കെ നിറച്ചോളൂ. നല്ല മുട്ടും വല്ലാതെ നിറച്ചിട്ടുണ്ടായി ചേട്ടാ. ഏറ്റവും 7 എണ്ണത്തില് നമുക്ക് മറിക്കാം. എളുപ്പമല്ലേത്? എത്ര പെട്ടെന്ന് കഴിഞ്ഞപ്പോ. ഇനി അത് മാറ്റണോ? മാറ്റാനായി നല്ല നൈസാണിത്. കരിപ്പുണ്ടോ കയ്യിന്? ഇല്ലല്ലേ? കഴിച്ചാ കഴിച്ചു തോന്നില്ല, വേഗം വയറൊന്നും അറിയില്ല. എന്താ ഇങ്ങനെ കഴിച്ചോണ്ട് നമുക്ക് മുത്തശ്ശി. ഞാൻ റെഡിയായി. മുത്തശ്ശി റെഡിയാണോ? മോഡല് മറ്റേതാക്കിക്കോളൂ വെള്ളം. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വെള്ളമുള്ളതല്ലേ. അച്ഛ ഏറ്റവും ചെറുതാക്കിട്ടെടുത്ത. ഇതിൽ നമുക്ക് മറ്റേ മിക്സർ ഉണ്ടാക്കാട്ടോ. പറ്റും. സേവയും പറ്റും, ബോംബെ മിക്സറും പറ്റും. നമ്മളിതില് വെച്ചു. മറച്ചോൾ ടച്ച നല്ലോണം.
അത് ഏഴാമത്തെ ആ അച്ഛൻ നിറയ്ക്കണില്ലേ? അല്ല നിറക്കൂട്ടോ, അല്ലേ സാധനം ഉണ്ടാവില്ലേ, പിന്നെ പിന്നെ നമ്മളിങ്ങനെ വെക്കണം. സൂപ്പറായിരുന്നു. വട്ടത്തില് നിറച്ചോളൂ. വട്ടം 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 വട്ടം. ആ അങ്ങനെ തന്നെ. ആ യെസ്. നല്ല എളുപ്പമുള്ള പരിപാടി കേട്ടോ അല്ലേ? നമ്മള് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്താൽ മതി. സാധനം കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ നൂൽപുട്ട് എങ്ങനെ ഉണ്ടമ്മേ? ഇഡലി പോലെ ഉണ്ട്. ഇഡലി തട്ടിലുണ്ടാക്കോണ്ടേ നൂൽപുട്ട് ഇഡ്ഡലിയാണ്. അപ്പൊ എന്നാ കഴിച്ചോളൂ. അച്ഛാ എന്റെ സ്പെഷ്യൽ കൂട്ടാനാട്ടോ. നൂൽപുട്ട് ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ആയിരുന്നു. മുത്തശ്ശി പൊടി വറുത്ത് അരി പച്ചരി കുതിർത്തി മില്ല് കൊണ്ടുപോയി പൊടിച്ച് വറുത്ത് ഒക്കെ ഉണ്ടാക്കിയത്. ഓ നല്ല സോഫ്റ്റ് ഉണ്ട്. എമ്മി എമ്മി. അങ്ങനെയാണ് നമ്മള് നൂൽപുട്ട് ഉണ്ടാക്കാറ് കേട്ടോ. പൊടി വാങ്ങിയിട്ടല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബാക്കി അവിടെ ഉണ്ട്. മറ്റപ്പൊടി നോക്കാം വാങ്ങിച്ചത്. ടേസ്റ്റ് ഉണ്ടോ? കൂട്ടാനെ പറ്റിയുള്ള അഭിപ്രായം കൊള്ളാം അല്ലേ? ഇതിൽ നോക്കി പറയാ, അവിടെ അല്ല ക്യാമറ. പിന്നെ അപ്പൊ നമ്മള് നൂൽപുട്ടൊക്കെ എടുത്തു തുടങ്ങി ഉണ്ടോ, ഇങ്ങനെ തട്ടിയാ മതി വീടും. നല്ല സൂപ്പറായിരുന്നു. എല്ലാം ഇതിന്റെ ഈ ഒരു ഇതില്ലേ ഏഴ, അതിന് എന്ത് ചെറുതാലേ. അങ്ങനത്തെയാണത്. ഇതിന്റെ കുറച്ച് വലുതും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മള് ഇതാണെന്ന് എന്താ ചില്ല് അച്ചെടുത്തത്. ഇതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ സേവൊക്കെ ഉണ്ടാക്കി മിക്സ്ചർ ഉണ്ടാക്കാം. ബോംബെ മിക്സ്ചർ ഒക്കെ ഉണ്ടാക്കാലോ. അപ്പൊ നമ്മളെ നൂൽപുട്ടൊക്കെ റെഡി ആയിതാ. നമ്മള് കൈകൊണ്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഈ മെഷീൻ എല്ലാരും വാങ്ങിക്കോളൂ. ഓൺലൈനിലുണ്ട്. നല്ല സുഖാട്ടോ അതുകൊണ്ട് ഉണ്ടാക്കാൻ.